ഹായ് ഗൈസ്, എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മള് എന്താ ചെയ്യാൻ പോകുന്നത്? ഹെൽത്തി ആയിട്ടുള്ള സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മള് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് നമ്മൾ ഇന്നൊരു ഹെൽത്തി റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹെൽത്തി റെസിപ്പി ഷോർട്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ഓംലെറ്റ്, മഷ്റൂം ഓംലെറ്റ് ആണ് ഗൈസ്. മഷ്റൂം ഓംലെറ്റ് അതെ, വിത്ത് ബട്ടർ. അപ്പൊ നമ്മളിന്ന് അതിൽ തുടങ്ങാൻ പോവാണ്. എല്ലാരും കാണണം. വീട്ടിലേക്ക് പോയാലോ, ബാ. ഇതൊന്ന് ചൂടായി വരുമ്പത്തേക്ക് നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റ് ആവട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതിടാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ സൗണ്ട്? ഒരു കാൽഭാഗം സവാള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. ഈ മഷ്റൂം ഇങ്ങനെ ഇപ്പൊ കാണാനുണ്ടെങ്കിലും ഈ മഷ്റൂം ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചെറുതാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഒന്നും കുക്കാവാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മഷ്റൂം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇന്ന് ഇത് എടുക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പിയാണ്. പക്ഷെ നമ്മൾ ഈ സീരീസിൽ ഡിന്നറും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാധനം ഇടാം. 2 മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്ത് സ്പൈസസ് ഒക്കെ വേണമെന്ന് വെച്ചാൽ അത് വെച്ച് ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപ്പും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചു. നമുക്ക് ഒരു പീസ് ബട്ടറോട് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഓംലെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടുണ്ട്, ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ അടച്ചു കൊടുക്കാം. നമ്മുടെ മഷ്റൂം ഓംലെറ്റ് റെഡിയായി. നമുക്കിനി ഇത് പതുക്കെ പൊട്ടാതെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിച്ചില്ല, എന്നാലും ഞാൻ പറയൂ, ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.